ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഞങ്ങൾ യാത്ര തുടരുകയാണ്. റോട്ടറി കാലിക്കറ്റ് സെൻട്രൽ ക്ലബ്. ഒരുപാട് മധുരമുള്ള ഓർമ്മകളുമായി ഈ മാധുര്യമുള്ള കോഴിക്കോട്ട്. ചിലപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ സ്കൂൾ കുട്ടികളാണോ എന്ന്. ചിരിച്ചും കളിച്ചും കുസൃതിക്കഥകൾ പറഞ്ഞും അങ്ങനെ അങ്ങനെ അങ്ങനെ. ചിരിക്കുവാനും ചിന്തിക്കുവാനും ഞങ്ങൾക്ക് മറ്റൊരിടത്തും പോകേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിൽ ഞങ്ങൾ തന്നെ കണ്ടെടുത്ത സ്ഥലമാണ് ഞങ്ങളുടെ റോട്ടറി തിങ്കൾ കമ്പനി. ഉറുമി വീശുന്ന ചേകവന്മാരും ഉറഞ്ഞു തുള്ളുന്ന തീത്തെയ്യങ്ങളുമുള്ള ഈ മലബാറിന്റെ സിരാകേന്ദ്രമായ കോഴിക്കോട്ട് സൗഹൃദം എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന പച്ച മനുഷ്യരുടെ ഒരു താവളം തന്നെയാണ് ഞങ്ങളുടെ സെൻട്രൽ. പണ്ട് ഞങ്ങൾക്ക് ഈ സൗഹൃദ വലയത്തിൽ വേറെ ചില നല്ല മനസ്സുകൾ കൂടി ഉണ്ടായിരുന്നു. നല്ലൊരു ദുഃഖത്തോടു കൂടി സ്മരിച്ചുകൊള്ളട്ടെ, ഞങ്ങളുടെ ചെറിയ ചെറിയ ക്രൈമുകൾക്ക് പോലും ഞങ്ങളുടെ കൂടെ ചിരിച്ചും ഉല്ലസിച്ചും നിന്ന ഞങ്ങളുടെ PS അബ്ദുള്ളക്കോയ. മറക്കില്ല അങ്ങേ. ഞങ്ങളെ വിട്ട് ദൈവത്തോടൊപ്പം ചേർന്ന മറ്റ് നല്ല മനസ്സുകൾ: ശ്രീ തോമസ് മാത്യു, ശ്രീ സതീഷ് കുമാർ ബാബോട്ടി, ശ്രീ നസീർ അഹമ്മദ്, ശ്രീ ദീപേഷ് പരേഖ്. സ്മരിച്ചു കൊള്ളട്ടെ ഞങ്ങൾ സുഹൃത്തുക്കളെ. ഇനി തുടങ്ങാം നമ്മുടെ ഈ കൊച്ചു സിനിമ. ഹലോ,
പറയൂ ദിനേഷ്. എപ്പോ? നിങ്ങളിപ്പോൾ കോയമ്പത്തൂർ വേണോ? നിങ്ങൾ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാനിപ്പോൾ തന്നെ വാഹക്കെ വിളിക്കാം. ഹലോ, ഹലോ വാഹക്കെ അല്ലേ? വാഹക്ക്. നമ്മുടെ ദിനേഷില്ലേ, കോയമ്പത്തൂരിൽ നിന്ന് വിളിച്ചിരുന്നു. നമ്മുടെ ഗവർണർ കാൻഡിഡേറ്റ് ഇല്ലേ, പ്രദീപ്. അതെ, നമ്മുടെ സുന്ദരൻ പ്രദീപ്. ആള് ഗവർണറാകുന്നത് ചില കോവൈ നോവികളെതിരാണ്. അതേനേ, അവർ അയാളെ അപായപ്പെടുത്തുവാൻ 2 പ്രൊഫഷണൽ കില്ലേഴ്സിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വേണ്ടത് ഉടനെ ചെയ്യൂ. ഞാൻ സലീംകയെ വിളിച്ചു പറയാം. ഓക്കെ. ഹലോ, സലീംകല്ലേ? അറിഞ്ഞല്ലോ കാര്യങ്ങൾ. ഉടനെ എന്തെങ്കിലും ചെയ്യണം. അവൻ്റെ പേരോ? മലയാളികൾക്ക് അവൻ കാലൻ, നോർത്ത് ഇന്ത്യൻസിന് അവൻ സെയ്ത്താൻ, തമിഴർക്ക് അവൻ സേലം വിഷ്ണു. സേലം വിഷ്ണു. കാരണം ഞങ്ങളെ ക്ലബിൽ നിന്നും അഥവാ ഈ കോഴിക്കോട് നിന്ന് തന്നെ ആരെങ്കിലും വരികയാണെന്ന് വെച്ചാൽ അത് എതിരായിട്ട് ആൾക്കാരുണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവുന്ന ആൾക്കാർ. ഇനിയിപ്പോൾ വേറെ അവിടെ നിന്ന് ആൾ വരുന്നതിൽ തീരെ അതിശയമില്ല. അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇത് ശരിയാകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? നമ്മളിത് ലൈറ്റായിട്ട് എടുത്തില്ല, വെരി സീരിയസ്. കാരണം ഞാൻ കേട്ടിടത്തോളം ഇവരത്ര ചെറിയ ആൾക്കാരൊന്നുമല്ല, പ്രശ്നക്കാരാണ്. ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് ലെഫ്റ്റും റൈറ്റും, ഈ തമിഴ്നാട്ടിൽ അങ്ങനെയാണല്ലോ, അവർ ഈ ലെഫ്റ്റും റൈറ്റും നോക്കുന്ന പരിപാടിയില്ല. പറഞ്ഞ പണി ക്ലീനായിട്ട് ചെയ്യാം. പ്രദീപേ, നീ പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ. അതെ, നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ വേണം ചെയ്യാൻ. കാലിക്കറ്റിലെ ഒരുമാതിരി എല്ലാ ഹോട്ടലിലും നമ്മൾ ആൾക്കാരുണ്ട്. അവിടുന്ന് വഹാബ്ഖാൻ്റെ മൊബൈലിലേക്ക് അപ്പം മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം വഹാബ്ഖാൻ്റെ മൊബൈലാണ് പോലീസ് കമ്മീഷണർ മൊബൈലായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെങ്ങനെ? ശ്യാമേ, നമ്മളെ ക്ലബ്ബിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചകളിൽ പോകുമ്പോഴേ എങ്ങനെയാണ് എല്ലാവരും ഫെലോഷിപ്പ് കഴിഞ്ഞിട്ട് പോലീസുകാരെ കയ്യിൽ നിന്ന് കഴിച്ചിലാവുന്നത്? ഒക്കെ ഗോപേട്ടൻ്റെ കണക്ഷനാണ്. ഗോപേട്ടറാണ് നമ്മളെ വാക്കിനെ ലിങ്കാക്കി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവരെ കണ്ടുപിടിക്കാൻ വല്ല CID-നോ അല്ലെങ്കിൽ ഗുണ്ടനെ ഏൽപ്പിച്ചാലോ? അതൊരു നല്ല ഐഡിയ ആണ്. നമുക്ക് അറിയണവരെയൊക്കെ നമുക്കൊന്ന് അറിയിക്കണം. എല്ലാവരും അലേർട്ടായിരിക്കണം കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ച് നന്നായി അലേർട്ടാവണം. നമ്മുടെ അജുവിൻ്റെ വീട്ടിൽ കിടന്നോളൂ. അതൊരു സേഫ് ആയിരിക്കും. അല്ല ചോട്ടാ, അജുവേട്ടൻ്റെ വീട്ടിൽ പോണോ? മുഴുവൻ പുകയല്ലേ, പുക മഴ. അതുകൊണ്ട് പേടിക്കണ്ട, കൊതു പേടിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് പിരിയാം അല്ലേ? എന്നാലും നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, പേടിയുണ്ട്. എൻ്റെ അച്ചോട്ടാ, ഒന്നും വരില്ല. ഞാൻ നാളെ തന്നെ കോഴിക്കോട് എത്തും. ഗവർണർ പ്രദീപൻ, അതിലൊക്കെ ഒരു സംശയം ഉണ്ട്. നാളെ കോഴിക്കോട്. അതാണ് അണ്ണാച്ചി ഞാൻ പറഞ്ഞത്. അയാളെ തകർത്താൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഇയാളെന്താ ട്രെയിൻ കളിക്കുകയാണ് ഈ സമയത്ത്? അണ്ണാച്ചിമാരോട് ഒരു കാര്യം പറയാ, കോഴിക്കോട്ട് സെൻട്രൽ അത്ര മോശക്കാരൊന്നുമല്ല. പിന്നെ മറ്റൊരു കാര്യം, ഇത് കോഴിക്കോട്ടുകാരോട് കളിക്കുമ്പോൾ ഏതിൽ കൂടി തിരിച്ചു പണി വരിക എന്നുള്ള കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ എങ്ങനെ പണി കൊടുക്കും? You mean finish him off through some professional killers? Yes, that's what I meant. What's his name? Pradeep. Right. I have got a lot of connections in Underwood. Annachir vaakku varna madi. I can call them. ഞാൻ ഇപ്പോ തന്നെ ഫോൺ ചെയ്യാം. What do you say? അന്യൻ, அவங்க சொன்ன வேலை பார்க்கணும்னா ஏர்லி மார்னிங்கே கிளம்பணும். Okay boss, ready. நம்ம equipment எல்லாம் ரெடி ஆயிட்டு இருக்கு. அந்த ஆல்தோ டாக்டர் நமக்கு சப்போர்ட் பண்ணுங்க. வெரி குட். இந்த சேலம் விஷ்ணு சொன்ன வேலையை கண்டிப்பாக முடிச்சிடுவோம். அதில் எந்த மாற்றமும் இல்லை. நம்ம கையில் இருக்க இந்த ப்ராடக்ட்டு யூஸ் பண்ணுறதுக்கு குரியச்சன் வந்து ரொம்ப வருஷமாக காத்துக்கிட்டு இருக்காரு. இப்போ நம்ம அதை முடிக்க போகிறோம். அதே boss, அதே. Hey, don't laugh man. It's a very serious matter. Okay boss, okay. First we have to finish the job. Okay boss, okay. Done. Let's after this virus தெரியல. Okay. டாய்லெட் போயிட்டு வரேன்.
അച്ചുവേട്ടാ, സലീംക, ഇതാണ് നമ്മുടെ രാജു വാഡോ കരാട്ടെ മാഷ് കേട്ടോ. കണ്ടിട്ട് ഉഷാറാണെന്നാണ് തോന്നുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളവിടേക്ക് ഞാൻ പുള്ളി ഒന്ന് കൈകാര്യം ചെയ്തിട്ട് വരാം. പുള്ളി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഓ കണ്ടില്ലേ എന്താ മസില് കണ്ടോ. ഇത് പുള്ളി ബ്രൂസ്ലിയൊക്കെ പഠിപ്പിച്ച ആളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ മാറിക്കോ, അല്ലെങ്കിൽ നമ്മളെ 3 പേരെ കണ്ടു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാമെന്ന് വെച്ച് എന്തേലും കച്ചറ ഉണ്ടാക്കും. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഓക്കെ മാഷ്? അതെ, ഞാൻ റോട്ടറി കാലിക്കറ്റ് സെൻട്രലിൽ നിന്ന് വരുവാ. ഹലോ, റോട്ടറി കാലിക്കറ്റ് സെൻറ്ററിൻ്റെ കാര്യമാണെങ്കിൽ ഇങ്ങോട്ട് പറയാൻ വേണ്ട. എന്താ റോട്ടറി ക്ലബ്ബുമായിട്ട് മാഷിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നിങ്ങളുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഒരു ഒരു വീരപ്പനല്ലേ, അവന് എന്തെങ്കിലും മനോജ് കൊന്തോ എന്ത് കേൾക്കോട്ടെ, അവൻ കുറേ പരിപാടി എനിക്ക് എൻ്റെ വെക്കുന്നത്. എൻ്റെ ലാസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഞാൻ ചെയ്യാൻ കരാട്ടയോ? അവൻ മുങ്ങിക്കളയും. അവൻ്റെ ഒറ്റ ചക്കിക്കൊത്ത ചങ്കൻ ഒരു സെക്രട്ടറി ഉണ്ട്. ആള് കളരിയുടെ ആളാ. കൊന്തായിരുന്നു കളരി. ഇതല്ല കരാട്ടെ, ഇത് കരാട്ടെ അല്ല, ഇത് കരാട്ടയാണ്. അവൻ്റെ ഇതൊന്നും നടക്കില്ല അവിടെ. അപ്പം സെക്രട്ടറി പറഞ്ഞു സാർ, അച്ചുവേട്ടനും പറഞ്ഞു. സെക്രട്ടറി അവനാണ് കൂടുതൽ ഏറ്റവും മൂരാച്ചി. അവിടെ ഞാൻ പറ്റില്ല. അല്ല പക്ഷേ എന്താന്നോ, ഞങ്ങൾക്കൊരു ചെറിയൊരു സഹായം ചെയ്താൽ കൊള്ളാമെന്ന്. എന്താണ്? അതായത് 2 ഗുണ്ടകൾ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കോഴിക്കോട്. അപ്പോൾ അവർ ഞങ്ങളുടെ ഒരു ഗവർണർ കാൻഡിഡേറ്റിനെ കൊല്ലാൻ വേണ്ടിയാണ് വരുന്നത്. അവരെ ഒന്ന് അടിച്ചൊതുക്കണം. അത്ര ചെറിയൊരു കാര്യമാണ്. അടിച്ചു ഒതുക്കണം. കാരണം ഞങ്ങൾ ഇത്രയും പേരുണ്ടെങ്കിലും ഈ കരാട്ടെ മാഷിൻ്റെ അതൊക്കെ ശരി ആണോ? എന്താ കാര്യം എന്നറിയോ? ഈ ഗുണ്ടകളൊക്കെ ഒടുക്കുന്ന കാര്യം ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ അസിസ്റ്റൻസ് ആണ് ചെയ്യുന്നത്. ഓ സാറ് ഇത് മാത്രം? ഇതെൻ്റെ ഹോബി. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ സാർ. അത് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ചൂടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു ഹോബിയാണ്. ഞാനോർത്ത് ചൂട് മണലിൻ്റെ ഇത് മണപ്പിച്ചില്ലേ? എന്നാ വിട്ടോ സാർ, വിട്ടോ. പോട്ടെ. അതെ വിട്ടോ. നമുക്ക് നസീർ സാറിനെ കണ്ട് പറയാം. എന്നാ പറയാം. കാര്യം നടക്കണ്ടേ? നടക്കാം. നിങ്ങൾക്ക് നസീറിനെ അറിയില്ലേ? എനിക്കറിയില്ല, താങ്കൾക്കറിയില്ല. എനിക്കറിയാം. സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത പിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്തു നൽകാൻ വന്നു. അതാ നസീർ സാർ, അയാളെ കൊണ്ട് നമുക്ക് അന്വേഷിപ്പിച്ചാലോ? അതൊരു നല്ല ഐഡിയ. ശ്രീദേവി, ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുക എന്തു രസമാണ്. ആകാശത്തുള്ള അത്രയും നക്ഷത്രങ്ങൾ ഞാൻ നിന്റെ കണ്ണുകളിൽ കാണുന്നു. നസീർ സാർ, നീ വീട്ടിൽ പോയിക്കോളൂ, എനിക്ക് ഇവരോട് കുറച്ച് സംസാരിക്കുവാനുണ്ട്. എനിക്ക് സാറിന് പരിചയമുണ്ട്. സാറ് സിനിമയിലൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് സാറിൻ്റെ ഒരു സഹായം ആവശ്യമുണ്ട്. എന്താ സഹായം? സഹായം പറയും സാർ. ഞങ്ങളുടെ ഗവർണറാകാൻ പോകുന്ന ആളെ 2 ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നു. 2 ഗുണ്ടാസ്. സാറ് വിചാരിച്ചാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താം. ഞാൻ നോക്കട്ടെ സാർ. സാർ നോക്കിയാൽ പോരാ, സാറ് സഹായിക്കും. വൈഫ് മാത്രമേ ആ വീട്ടിലുള്ളൂ. പണിക്കാരത്തിക്ക് അസുഖമാണ്. അവരെ നോക്കേണ്ട ചുമതല എനിക്കാണ്. ഞാൻ നോക്കാം, തീർച്ചയായും നോക്കാം. സാർ അത് നോക്കുന്നതോടുകൂടെ നമ്മുടെയും കൂടെ ഒന്ന് നോക്കണം. ഞാൻ നോക്കാം, ഡെഫിനറ്റ്ലി. அண்ணியன் எக்யூப்மெண்ட்ஸ் எல்லாம் சேஃபா இருக்கா? எல்லாம் சேஃபா இருக்கு போஸ், எல்லாம் சேஃபா இருக்கு. அந்த குரியச்சன் சொன்ன வேலை ரொம்ப ரிஸ்கான வேலையா இருக்கு. ஆமா போஸ். அந்த டாக்டர் ஆல்டோவை முதல்ல பார்க்கணும். நம்ம கண்டிப்பா பார்க்கணும் போஸ், கண்டிப்பா பார்க்கணும். நான் ஃபர்ஸ்ட் சொன்னதாட்டம் எனக்கு ஒரு ஹோட்டல் அர்ஜென்ட்டா வேணும். ஓகே, ரொட்டேரியன்ஸ் யாரும் பார்க்க கூடாது. ஓகே போஸ், டான். போஸ், இதுதான் சீக்ரெட். நல்ல ஹோட்டலா? நல்ல ஹோட்டல். நல்ல குவாலிட்டியா இருக்குமா? நல்ல குவாலிட்டி இருக்கு. அப்பனா உள்ள போ.
നസീറിനെ കണ്ടിട്ട് ഒരു കാര്യവും ഉണ്ടായില്ലല്ലോ സലീം. ഇനി വല്ലതും നടക്കും. നമുക്ക് കവാലിയെ ഒന്ന് കണ്ടു നോക്കിയാലോ? രജനീകാന്ത് ആ ആരും നടക്കും. കാര്യം നടക്കാം, ശ്രമിക്കാമല്ലോ. പോയി നോക്കിയാലോ? പോയി നോക്കാം. ചേട്ടാ ഇയാൾക്ക് പൈൽസിന് അസുഖം. എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഒന്ന് പോയി നോക്കല്ലേ. സഹായിക്കണേ, കാപ്പാത്തുമ്പോ വരില്ലേ? ഭയമാ. சொன்னா 100 தடவை சொன்ன மாதிரி. സലീം, സാധാരണ ഈ ഗുണ്ടകൾ കടൽ മാർഗമാണ് വരുന്നത്. അതെ, ഇനിയിപ്പോ അവിടെ ആരാ ഉള്ളത്? നമുക്ക് കടപ്പുറത്ത് അന്വേഷിക്കാമല്ലോ. അന്വേഷിക്കാം, അവിടെ ആരാ ഉള്ളത്? പഴയ പളനി ഉണ്ടല്ലോ. പളനി ഉണ്ടോ? അവനവിടെ ഉണ്ടോ ഇപ്പോ? ആ, അവനിപ്പോ കോഴിക്കോട്ട് നല്ല സെറ്റപ്പ് അല്ലേ, പഴയ കറുത്തമ്മയുടെ പളനി. ആ കറുത്തമ്മ. ആ എന്നാ വേണമെങ്കിൽ പോയി നോക്കാം. മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്തെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ. മാനേ ഡാൻസ് കളിക്കുന്നു. മീനൊക്കെ എങ്ങനെയാ? മീനൊക്കെ എന്താ അറിഞ്ഞിട്ടെന്താ കാര്യം? നിങ്ങൾ ഇവിടെയല്ലേ താമസം? നിങ്ങളെ കൊണ്ട് ഒരു ആവശ്യം നിറവേറ്റാറുണ്ട്. അതെ, ചെറിയൊരു സഹായം. ഞാനിപ്പോ എന്ത് സഹായം ചെയ്യാനാ? 2 ഗുണ്ടകൾ നമ്മുടെ റോട്ടറി ക്ലബില് പ്രദീപിനെ തട്ടാനായി പുറപ്പെട്ടിട്ടുണ്ട്. അതിനീ കടപ്പുറത്ത് ജീവിക്കുന്ന പഴനി എന്ത് ചെയ്യാനാ? രണ്ടാളേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും നമ്മൾ ഈ ഗുണ്ടായുസമൊന്നും ഇല്ലപ്പം. കടൽ മാർഗമാണ് വരുന്നത്. ഹായ്, കറുത്തമ്മ വരുന്നുണ്ടല്ലോ. ഹായ്. നീ വീട്ടിൽ പൊക്കോ, ഇവന്മാരൊന്നും അത്ര ശരിയല്ല. ബൈ, പിന്നെ കാണാം. അല്ലേ തന്നെ ആ കൊച്ചുമുതലാളിയെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുക. ആരാ ഈ കൊച്ചുമുതലാളി? ആ പഴയ ആളെന്നെ. അയാൾ ഇപ്പോഴും ഇവളെ തട്ടിക്കൊണ്ടുവന്ന് നിൽക്കുക. എന്നും രാവിലെ ബീച്ചിൽ ഇങ്ങനെ ഓടാൻ വരും. ഓ, അതാണോ? അല്ല അല്ല അല്ല, അത് നമ്മുടെ നിത്യനാണ്. കൂടെ 2 ആൾ ഓടുന്നത് ആരാ? അത് വിജയും സൈത്തുമാണ്. അവരെന്തിനാണ് ഓടുന്നതെന്ന് അറിയോ സലീം? ഫാൽക്കൺസ് ക്രിക്കറ്റ് ക്ലബിന്റെ ക്യാപ്റ്റൻ ആക്കാനുള്ള ശ്രമമാണ്. ആ 2 ബാഗ് എന്തിനാ അവരുടെ കയ്യിൽ? രാവിലെ ചേംബർ മീറ്റിംഗ്, വൈകിട്ടായ ലോഡ്ജ് മീറ്റിംഗ്, അത് കഴിഞ്ഞ് നമ്മുടെ റോട്ടറി മീറ്റിംഗ് ഉണ്ടല്ലോ. അതിനുള്ള എല്ലാ ഡ്രസ്സുകളും ബാഗിലാക്കി ഊപ്പർ ഓടുകയാണ്. ഈ പ്രാവശ്യം കൂടി ഒന്ന് വരാൻ ശ്രമിക്കുമോ? ഞാൻ ഈ ഗുണ്ടായിസൊക്കെ നിർത്തിയിരിക്കുക. എന്നാലും നോക്കാം. അതെല്ലാം ശരിയാവും. എന്നാ പിന്നെ പറഞ്ഞാൽ മതി മതി മതി. അവിടെയും പ്രോബ്ലം, ഇവിടെയും പ്രോബ്ലം. someone is watching. Move fast. ഒന്നും നടക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ നടക്കാതെ എന്ത് നടക്കാനാ? അല്ല, അപ്പൊ നമ്മുടെ പ്രദീപിന്റെ കാര്യം? അതാരും പോക്കാതെ ഒരു കാര്യം കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം സലീം. ഫറൂഖ് സ്റ്റേഷനിൽ ഒരു പുതിയ ഇടി SI വന്നിട്ടുണ്ട്. ആക്ഷൻ ഹീറോ കിഷോർ. പോയി നോക്കിയാലോ? പോവാം, അതൊരു നല്ല ഐഡിയ. പോവാം. എന്താ പ്രശ്നം? ഹസ്ബൻഡ് മിസ്സിംഗ് കേസാണ് സർ. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് മിസ്സിംഗ് അല്ലേ? എന്ന് മുതലാ മിസ്സിംഗ് ആയത്? പിന്നെ തിങ്കളാഴ്ച റോട്ടറി മീറ്റിംഗ് പറഞ്ഞ് പോയതാ സർ.
ഇതുവരെ വന്നിട്ടില്ല. വീട്ടിലാണെങ്കിൽ പത്രക്കാരും പാലുകാരും ബഹളം വെക്കുകയാണ് സാർ. സഹായിക്കുന്നു സാർ. എല്ലാ തിങ്കളാഴ്ചയും പോകാറുണ്ടോ? അല്ല, വീണ്ടും ബന്ധങ്ങൾ വല്ലതും ഉണ്ടോ? സംശയം ഇല്ലാതില്ല സാർ. ഒരു റോട്ടറി ക്ലബിൻ്റെ സെക്രട്ടറിയാണ് സാർ ഇയാൾ. അതിനാണ് എന്നും കാലും പറിച്ച് ഓടുന്നത്. അതിന് പറ്റിയൊരു പ്രസിഡൻറ്റും ഉണ്ട് സാർ. നോക്കാം, അയാളെ ഞാൻ പൊക്കിയെടുത്തോളാം. സഹായിക്കണം സാർ. പിടിച്ചാൽ മാത്രം പോരാ സാർ. നേരത്തെ കണ്ട മാതിരി നല്ല ഇടി കൊടുക്കണം സാർ. എസ് ഐ സാർ അകത്തില്ലേ? സാർ അതൊന്ന് സഹായിക്കണം സാർ. അത് നോക്കിയിട്ട് നോക്കാം. സാർ അവർ ആ ബീച്ച് ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ തീരുമാനിച്ചോളാം. മനസ്സിലായില്ലേ? അതെയോ? താനെവിടെ ഇത്ര ധൃതിക്ക് പോണത്? സാറേ, അലോക് സാറെ വീട് എവിടെയാ? എന്തിനാ? ഓ, അടുത്ത ആഴ്ച സ്റ്റോക്ക് ആയിരിക്കും അല്ലേ? ഇതാ അവിടെ. എവിടാണോ നിന്റെ ആൾക്കാര്? ഇതാണോ? ഹര തീവ്രം വീക്ഷണം ഘനഘനനാദേ ഭാഷണം ബഹുവിധ കർമ്മം ആത്മനിഷ്ഠം കൽപ്പിതം. ഹര ഹര തീവ്രം വീക്ഷണം മനസവിഹീനം സ്ഥാപിതം. അതെ, ഇവനാണ് അവന്റെ വലം കൈ. ആളെ കണ്ടില്ലേ? ചെറുതാണെങ്കിൽ തോക്ക് വരിക. സുരക്ഷാർത്ഥം സുസന്നദ്ധം സുരക്ഷാർത്ഥം. രാവിലെ കഞ്ഞി കുടിക്കാൻ നേരത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. പണിക്കാരത്തി ഒറ്റയ്ക്കാണ്. സാറേ, അവന്മാർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം. തോക്ക് താഴെ വെച്ച സമയം ഇപ്പൊ നമുക്ക് പിടിക്കും. ഓക്കെ. സേലം വിഷ്ണു, തമിഴ്നാട് പോലീസിന് 2 പ്രാവശ്യം പറ്റിച്ചാണ്. ഇത് കേരള പോലീസാണ്. സറണ്ടർ. ഹര ഹര തീവ്രം വീക്ഷണം ഘനഘനനാദേ ഭാഷണം ബഹുവിധ കർമ്മം ആത്മനിഷ്ഠം കൽപ്പിതം. ഹര ഹര തീവ്രം വീക്ഷണം മനസവിഹീനം സ്ഥാപിതം അതിബലഗാത്രം സൂക്ഷ്മനേത്രം സത്യയുക്തം സർവദാ സുസന്നദ്ധം സുരക്ഷാർത്ഥം സുസന്നദ്ധം. എന്താണ് കയ്യിൽ? സേലം വിഷ്ണുവിടെ. സേലം വിഷ്ണു പോയതാ. വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് മൂപ്പർക്ക് വയറ്റിന് സുഖമില്ല. അതിനെക്കൊണ്ട് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോട്ടലിലൊക്കെ വന്നപ്പോൾ മുഴുവൻ റൊട്ടേറിയൻസ് അതിനെക്കൊണ്ട് ബീച്ചിൽ വന്നതാ കാര്യം സാധിക്കും. എന്താണ് കയ്യിൽ? കുര്യച്ചൻ തന്നെ. കുര്യച്ചൻ എന്താ തന്നെ? കുര്യച്ചൻ ഒരു അംഗൻവാടിയിലേക്ക് ഡൊണേറ്റ് ചെയ്ത ക്ലോസറ്റ് കൊണ്ടുവന്നത് അത് കാറിലുണ്ട്. എന്താണ് ഇത് ആൽദോ ഡോക്ടറുടെ വയലിനാണ്. ഇത് പൊട്ടിപ്പോയപ്പോൾ കോയമ്പത്തൂർ നന്നാക്കാൻ കൊടുത്ത. ഞാനിത് എടുത്തിട്ട് വന്നതാ. എന്തിനാടാ നീ കോഴിക്കോട്ട് വന്നത്? പ്രദീപിനെ കൊല്ലാൻ. പ്രദീപിനെ കൊല്ലാനോ? ഞങ്ങളോ? അങ്ങനൊരു സംഭവം ഇല്ലല്ലോ. പിന്നെ കോഴിക്കോട് കാലിക്കറ്റ് ഒരു റോട്ടറി സെൻറ്റർ എന്ന് പറഞ്ഞ ക്ലബിൽ നിന്ന് ഒരു അച്യുതനും ഒരു സലീമും വിളിച്ചിരുന്നു പ്രദീപിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അച്യുതനോ? ആരാ ഈ അച്യുതൻ? ഹര ഹര തീവ്രം വീക്ഷണം മനസവിഹീനം സ്ഥാപിതം അതിബലഗാത്രം സൂക്ഷ്മനേത്രം സത്യയുക്തം സർവദാ സുസന്നദ്ധം സുരക്ഷാർത്ഥം സുസന്നദ്ധം